പറയാൻ പറ്റുമോ? കഅബയിൽ എത്തുമ്പോഴേക്ക് സ്ത്രീകൾ തന്നെ, മുസ്ലിം സ്ത്രീകൾ തന്നെ വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞെന്ന് വരും. നമുക്കില്ലെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ മുമ്പ് നമ്മുടെ അബ്ദുസ്സലാം പൂക്കോട്ടൂര് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനത് ലൈവായിട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ച് തന്നിട്ടുള്ളതാണ്. ഈ ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ കൊണ്ടുപോകുന്ന ഉസ്താദുമാരുണ്ടല്ലോ, നല്ല കളിവീരന്മാരാ. എല്ലാവരും അല്ല കേട്ടോ. ആരിഫ, ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. നല്ല കളിവീരന്മാരാ ഇവന്മാര്. ഈ സ്ത്രീകളെയൊക്കെ കൊണ്ടുപോയിട്ട് മക്കയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഹജ്ജിനും ഉംറയ്ക്കും ഒക്കെ ആയിട്ട്. ഈ സ്ത്രീകളെ സ്വകാര്യമായിട്ട് ഉപയോഗിക്കലാണ് ഇവരുടെ ജോലി. അതിനെ സംബന്ധിച്ച് അബ്ദുസ്സമദ് പൂക്കോട്ടൂര് നല്ല രൂപത്തിൽ വിമർശിച്ചുകൊണ്ട് ഒരു ഓഡിയോയും വീഡിയോയും ഒക്കെ ഇട്ട് ശക്തമായ രൂപത്തിൽ മുസ്ലിം സമൂഹത്തിലെ ഇത്തരം അനീതികൾ, ഇത്തരം ഹജ്ജ് ഗൈഡുമാരായിട്ടുള്ള പണ്ഡിതന്മാർ സമുദായത്തെ പറയിപ്പിക്കുകയാണെന്നും അതിന് കടിഞ്ഞാണിടണമെന്നും ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വിമർശിക്കുന്നുണ്ടായിരുന്നു. നല്ലത്. സ്വന്തം സമുദായത്തിലെ പുഴുക്കുത്തുകൾ തുറന്നു പറയുമ്പോൾ അയ്യോ അത് സംഖ്യകൾ എടുത്ത് വടിയാക്കുമേ അടിക്കുമേ, അല്ല, അത് തുറന്നു പറയാൻ കഴിയണം. അത് തന്നെയാണ് എതിരാളിയുടെ ശക്തിയും. ഒരിക്കലും നമ്മളെ വിമർശിക്കാൻ ആരും വരില്ല. മുസ്ലിം സമുദായത്തിന് തന്നെ പ്രഹരമേൽക്കുന്നതാണല്ലോ, അപ്പണി മുസ്ലിങ്ങൾ ചെയ്യില്ല എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഇതിപ്പോ നമ്മള് തവാഫ് ചെയ്യുന്നത് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. ഇനിയും വേറെ ഒരു വീഡിയോ, ഇപ്പം നമ്മൾ സംസം വെള്ളത്തിന്റെ ഒക്കെ ഒരുപാട് കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള വീഡിയോകൾ കണ്ടിട്ടുള്ളവരാണ്. പക്ഷേ നോക്കിക്കോണേ, നല്ല മക്കയിൽ നിന്നുമുള്ള പുണ്യതീർത്ഥമായ സംസം വെള്ളം എന്ന പേരിൽ വിറ്റത് കുടിക്കാൻ പോലും പാടില്ലാത്ത വൃത്തിഹീനമായ ടാങ്കിലെ വെള്ളം. ഇത് കുപ്പികളിൽ നിറച്ചിരുന്നത് അതിനേക്കാൾ വൃത്തിഹീനമായ സാഹചര്യത്തിൽ. വിറ്റതാകട്ടെ ഉയർന്ന വിലയ്ക്കും. ഷാർജയിലെ ഒരു വീട്ടിലായിരുന്നു ബിരുദന്റെ സംസം വെള്ള ഉൽപാദന കേന്ദ്രം. വാട്ടർ അതോറിറ്റിയിൽ നിന്നും ലഭിക്കുന്ന വെള്ളം നേരിട്ട് ചെറിയ കുപ്പികളിലാക്കി സംസം വെള്ളം എന്ന ലേബൽ ഒട്ടിച്ചായിരുന്നു വിൽപ്പന. ഷാർജ മുനിസിപ്പാലിറ്റിയുടെയും ഹെൽത്ത് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. മറ്റൊരു കമ്പനിയുടെ പേരിലാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് പോലീസ് വീട് സീൽ ചെയ്തു. എങ്ങനെയുണ്ട്? എല്ലാവർക്കും അറിയാം, മതക്കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിടിക്കപ്പെടില്ല. എന്ത് ചെയ്താലും ശരി, നമ്മളിനിപ്പോ സംസം വെള്ളമാണ് എന്ന വ്യാജേന തുപ്പിയും തൂറിയും കൊടുത്താലും അത് പവിത്രമായി സ്വീകരിക്കാൻ ആളുണ്ടാവും. അറബിയിൽ എഴുതിയ ഒരു സിനിമാ പോസ്റ്റർ ഇന്ന് നമ്മുടെ ഈ സാഹചര്യത്തിൽ ജീവിക്കുന്ന 70 വയസ്സ് കഴിഞ്ഞ ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ കയ്യിൽ ഒന്ന് കൊണ്ടു കൊടുത്ത് നോക്കിക്കുക. അവര് കയ്യും കാലും കഴുകി ഒന്നും എടുത്തിട്ട് അത് സ്വീകരിക്കൂ. അറബി ആണല്ലോ എഴുതിയിരിക്കുന്നത്, അതിനകത്ത് എന്ത് എഴുതിയിരിക്കുന്നു എന്നറിയില്ല. അതുപോലെ മുമ്പ് നമസ്കരിച്ചുകൊണ്ടിരിക്കുക കഅബയിലാണ്. അപ്പൊ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയില് ഖുർആൻ ഓതി ഓതി ഇവരങ്ങോട്ട് കരയുക. ഭയങ്കരമായ കരച്ചില്. ഖുർആൻ ഓതുമ്പോഴേ അങ്ങനെയാണ് സാധാരണഗതിയിൽ കേട്ടോ. ഈ ഖുർആനിന്റെ ഭാഷ കേട്ടാൽ ചില ആളുകൾക്ക് നന്നായിട്ട് കരച്ചില് വരും. നല്ല ഈണത്തിലും നല്ല രൂപത്തിൽ തജ്വീദ് അടക്കം പാരായണം ചെയ്താല് അവര് കരഞ്ഞു പോകും. അപ്പൊ ഒരിക്കലും ഞാൻ അതെടുത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോ എന്താ 33-50 33-ാം അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ വചനമാണ് ഈ ഉസ്താദ് പാരായണം ചെയ്തത്. പ്രവാചകരെ, താങ്കൾക്ക് ഉമ്മയുടെ സഹോദരങ്ങളുടെ മക്കളെയും വാപ്പയുടെ സഹോദരങ്ങളുടെ മക്കളെയും അനുവദിച്ചിരിക്കുന്നു കേട്ടാൽ. ഇനി ആരാന്റെ മക്കളാണെങ്കിൽ ശരീരം ദാനം ചെയ്യുന്നെങ്കിൽ അതും നീ സ്വീകരിച്ചോളൂ. ഇത് കേട്ടിട്ട് കരയുന്ന കുറച്ച് മോയന്തന്മാരും. അയ്യോ, ഇത്രയേ ഉള്ളൂ ഇവരുടെ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ. ഇനിയും അവിടെ ഏത് രൂപത്തിലുള്ള ഇത്തരം കൃത്യങ്ങളായിരുന്നാലും പിടിക്കപ്പെടും. അപ്പൊ സംസം വെള്ളം എന്ന് പറഞ്ഞ് മലിനജലം കൊടുത്തു, ശരി, പിടിക്കപ്പെടില്ലേ? അയാൾ ശിക്ഷിക്കപ്പെടില്ലേ? അവിടെ ആയതുകൊണ്ട് അയാൾ രക്ഷപ്പെടുമോ? ഇല്ല. സൗദിയിൽ ചില തെറ്റുകൾ വധശിക്ഷയ്ക്കാണ് വിധേയമാകുന്നത്. അതുകൊണ്ട് അയാൾ പിടിക്കപ്പെട്ടല്ലോ. ഇനിയും അയാൾക്ക് ഏത് പൊളിറ്റീഷ്യൻ വന്നാലും എത്ര പണം ഇറക്കിയാലും ശരി, തല പോകും, സംശയമില്ല. മുഹമ്മദ് ബിൻ അബ്ദുള്ള ബിൻ മുബാറക് അൽ റഷീദ് എന്ന സൗദി പൗരനാണ് ഇന്ന് വധശിക്ഷ നൽകിയത്.
കുറ്റകൃത്യങ്ങളിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞ പശ്ചാത്തലത്തിലാണ് പ്രതിക്കെതിരെയുള്ള ശിക്ഷ നടപ്പിലാക്കിയതെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തോട് വിശ്വാസവഞ്ചന നടത്തുകയും ഒരു തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ടി ചാരവൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്തു. ചാരവൃത്തിക്കായി തന്റെ ഔദ്യോഗിക സ്ഥാനം ചൂഷണം ചെയ്തു. രാജ്യസുരക്ഷ ദുർബലപ്പെടുത്തുവാൻ ഗൂഢാലോചന നടത്തുന്ന വിദേശത്തെ നിരവധി വ്യക്തികൾക്ക് പ്രധാന വിവരങ്ങൾ ചോർത്തി നൽകി. ആയുധങ്ങളും വെടിക്കോപ്പുകളും കൈവശം വെക്കുകയും ചെയ്തുവെന്നും മന്ത്രാലയം വിശദീകരിച്ചു. അപ്പീൽ സുപ്രീം കോടതികൾ ശിക്ഷ ശരിവെക്കുകയും ശരീഅത്ത് നിയമമനുസരിച്ച് ശിക്ഷാ നടപടികൾക്ക് രാജകീയ ഉത്തരവ് വന്നതിനെ തുടർന്ന് അന്തിമവിധി നടപ്പിലാക്കുകയായിരുന്നു. ജാഫർ ലിബാക്. എങ്ങനെയുണ്ട്? സൗദി അറേബ്യയിൽ ആ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ തല പോകും, അപ്പീലില്ല. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ രാജ്യത്ത് സ്ത്രീകൾക്ക് ബിക്കിനി ഇട്ടുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നത്. കടകൾ തുറന്നിട്ടിട്ട് അതിനെയും സ്വർണ്ണക്കടയായിരുന്നാലും വെള്ളിക്കടയായിരുന്നാലും ആക്രിക്കടയായിരുന്നാലും ശരി തുറന്നിട്ടിട്ട് പള്ളികളിൽ പോയി നമസ്കരിച്ചിട്ട് തിരികെ വരുമ്പോൾ ഒരു CC ക്യാമറയും വെക്കാതെ തന്റെ സാധനങ്ങൾ അങ്ങനെ തന്നെ ഭദ്രമായിരിക്കും എന്നവർ വിശ്വസിക്കാൻ കാരണം തല പോകുന്ന നിയമമാണ് അവിടെയുള്ളത്. കേട്ടോ, നമ്മുടെ രാജ്യത്ത് എത്രമാത്രം രാജ്യവിരുദ്ധരുണ്ടെന്ന് നോക്കിക്കേ. നമ്മുടെ മറ്റേ താത്ത ഉണ്ടല്ലോ, ക്വാളിറ്റി കാണിക്കണമെന്ന് പറഞ്ഞ താത്ത, അവിടെ ആയിരുന്നെങ്കിൽ, അതായത് സൗദിയിലായിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം ഞാനൊന്ന് ചിന്തിച്ചു പോയി. ഇപ്പൊ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു അറ്റാക്ക് നടത്തിയല്ലോ, അപ്പൊ തിരിച്ചടിക്കണമെന്നാണോ ആഗ്രഹം? അല്ല. എന്തുകൊണ്ടല്ല? ലൈക്ക് നമ്മളെ ക്വാളിറ്റി നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ. അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളതല്ല. ലൈക്ക് ഭീകരവാദികള് അവരുടെ ബോധമില്ലായ്മ കാരണം ചെയ്ത കാര്യമാണ് ഇത്. അതിന് നമുക്കിടയിൽ വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് ഇവിടെ നടപ്പായാലും അവരാണ് വിജയിക്കുന്നത്, നമ്മളല്ല. പക്ഷെ എന്നാലും ഇപ്പൊ അവര് ചെറിയൊരു അറ്റാക്ക് നടത്തി, നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർ ഇതിനേക്കാളും വലിയൊരു അറ്റാക്ക് നടത്തിയാലോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണത് സംഭവിക്കാൻ തോന്നുന്നില്ല. നമ്മൾ ഇന്ത്യ കൊടുക്കേണ്ട മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നുള്ളതാണ്. ലൈക്ക് ഹിന്ദു ആയാലും മുസൽമാൻ ആയാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള മെസ്സേജാണ് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടത്. ഈ സ്ത്രീ സൗദി അറേബ്യയിൽ ഇരുന്നിട്ടാണ് ഇത് പറഞ്ഞിരുന്നതെങ്കിൽ അടുത്ത സൂര്യോദയം കാണാൻ ഇവരുടെ തലയുണ്ടാകുമായിരുന്നില്ല. തല അവര് തെറിപ്പിക്കുമായിരുന്നു. കാരണം സൗദി അറേബ്യയെ പാകിസ്ഥാൻ ആക്രമിച്ചു എന്ന് വിചാരിക്കുക, 29 പേരുടെ ജീവൻ എടുത്തു എന്ന് വിചാരിക്കുക. അവിടുത്തെ സ്വദേശിയാകട്ടെ വിദേശിയാകട്ടെ പാകിസ്ഥാനെതിരെ ആയുധമെടുക്കരുത്, പാകിസ്ഥാനെതിരെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവരുടെ തല പിന്നീട് കാണുമായിരുന്നില്ല. ഇവരെ അറസ്റ്റ് ചെയ്തു എന്നാണ് കേട്ടത് മുഹമ്മദ് ആരിഫെ. ഇപ്പൊ ഇവർക്കെതിരെ ശക്തമായിട്ട് ഒരു വലിയ ജനസമൂഹം രംഗത്തിറങ്ങുന്നതുവരെ ഇവരെ ലൈവായി നിർത്താൻ തന്നെയാണ് തീരുമാനം. കാരണം പാകിസ്ഥാൻ എന്ന ഒരു രാഷ്ട്രം, ഇന്ത്യ എന്ന സ്വതന്ത്ര ഡെമോക്രറ്റിക്കൽ കൺട്രി, ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന മതരാജ്യം ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ തിരിച്ചിന്ത്യ ഒന്നും ചെയ്യരുത് എന്ന് ഇവൾ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിൽ ഇവളുടെ ഇതേ അഭിപ്രായത്തിൽ തന്നെ കോടാനുകോടി മുസ്ലിങ്ങൾ ഈ രാജ്യത്തിനകത്തുണ്ട്. ഇല്ലേ? ഇവരെയൊക്കെ വെറുതെ വിടാൻ പാടുണ്ടോ? ഇവരെയൊക്കെ രംഗത്ത് കൊണ്ടുവരണ്ടേ? ഇപ്പോൾ ഇവരെയൊക്കെ നമ്മൾ വൈറലായി നിർത്തിയത് കൊണ്ട് മാത്രമാണ് ചില ആളുകൾ ഒന്ന് സ്കിപ്പായി നിൽക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിലുള്ളത് പറഞ്ഞാൽ നമ്മൾ പുറത്താകും, അയ്യോ ശരിക്കും കിട്ടും എന്ന് ഏതാണ്ട് മനസ്സിലായത് കൊണ്ട് മാത്രം. അതല്ലെങ്കിലും ഇവരുടെയൊക്കെ ഉള്ളിൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് അവരോടൊക്കെ വല്ലാത്ത പ്രേമമാണ്. ഞാൻ പറഞ്ഞു തരാം. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി പട്ടാളക്കാരെല്ലാം കൂടി പ്രശ്നമുണ്ടാക്കി, സംവരണ വിരുദ്ധമെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയ ഒരു പ്രശ്നം ഏറ്റവും ഒടുവിൽ അവരുടെ ജനാധിപത്യ രൂപത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീന സർക്കാർ രാജിവെച്ച് ജീവനും കൊണ്ട് ഇന്ത്യയിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടുന്ന രൂപത്തിലേക്ക് എത്തിയില്ലേ? എന്നിട്ട് ആ ജമാഅത്തെ ഇസ്ലാമിക്കാർ അടുത്തതായിട്ട് ചെയ്തത് എന്താ? അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെ ബലാത്കാരം ചെയ്യുകയും കൂട്ടത്തോടെ കൊന്നൊടുക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിലെ എത്ര മാധ്യമങ്ങൾ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ മതഭീകരതയ്ക്കെതിരെ,
അവരുടെ മത തീവ്രവാദത്തിനെതിരെ സംസാരിച്ചു എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. അതിൽ നിന്ന് മനസ്സിലാകും ഇവരുടെ ഉള്ളിലുള്ള മതഭീകരത എത്രമാത്രം ഭീകരമാണെന്ന്. നമ്മള് വെറുതെ ഒരു മതവിഭാഗത്തോട് എന്തെങ്കിലും ദേഷ്യമോ അങ്ങനെ ഒരു പ്രശ്നവുമില്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. പക്ഷേ ചിലർക്ക് നിങ്ങൾ ഈ പറയുന്നതിന് ഉത്തരവാദി ഞാനാണ്, എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നതിന് ഉത്തരവാദി നിങ്ങളാണ്. അത് ഞാൻ